അപ്പൊ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേഡ് എന്ന് പറഞ്ഞാൽ ഹൗ ലോങ് എന്നാണ്. ഹൗ ലോങ്. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര കാലം എന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് ചോദിക്കണം, ഞാൻ എത്ര കാലമായിട്ട് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ചോദിക്കും? Are you teaching? ഓക്കെ. ഇത് അല്ലാതെ ഇത് തന്നെ നമ്മളിപ്പോ എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. How long you are teaching? How long you are teaching? doing your training? How long you are doing your training? How long you are doing your training? അടുത്ത ഇനി എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ആർക്ക് വേണേലും പറയാം. നിങ്ങൾ എത്ര കാലമായിട്ട് പഠിപ്പിക്കുകയാണെന്ന് എന്നോട് ചോദിക്കുകയാണ്. How long between noon and afternoon പറഞ്ഞുതരാം. How long you are teaching? How long? How long you are teaching? You are teaching. അത് എഴുതിയിട്ടുണ്ട്. How long being teaching? അപ്പൊ ഒരാൾ എന്നോട് നൂണും ആഫ്റ്റർനൂണും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു. നൂൺ എന്ന് പറഞ്ഞാൽ 12 മണിയാണ് നൂൺ എന്ന് പറയുന്നത്. 12:01 മുതൽ ആഫ്റ്റർനൂൺ. 12 കഴിഞ്ഞ് 1 സെക്കൻഡ് ആയാലും നൂണ് കഴിഞ്ഞാൽ ആഫ്റ്റർനൂൺ. 12 മുന്നേ ഉള്ള സമയത്തിന് നമ്മൾ ഫോർ നൂൺ എന്നാണ് പറയുന്നത്. മിഡ് നൂൺ, കറക്റ്റ് നൂൺ എന്ന് പറയുന്നത് 12 മണിയാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ ഈ എഴുതിയിരിക്കുന്ന സെന്റൻസുകളില്ലേ, ഹൗ ലോങ് യു ആർ വർക്കിംഗ് ഹിയർ. ഓക്കെ. ഇപ്പൊ ടീച്ചിങ് എന്ന സെയിം വാക്ക് തന്നെയല്ലോ, അവിടെ വർക്ക് എന്ന വാക്ക് ഉപയോഗിച്ചു. അപ്പൊ എല്ലാം നിങ്ങൾ പറഞ്ഞ പാറ്റേൺ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ എഴുതിയിരിക്കുന്ന പാറ്റേൺസ് എല്ലാം തെറ്റാണ്. വേറെ ആർക്കെങ്കിലും ഇതിന്റെ തെറ്റെന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റും? ഇങ്ങനെ ഒരു സംഭവം വരത്തില്ല. ബീയിങ് എന്ന് പറഞ്ഞാൽ പാസീവിന്റെ ഒരു പ്രയോഗമാണ്. ഇങ്ങനെ ഒരു സെന്റൻസേ വരത്തില്ല. ഹൗ ലോങ് യു ആർ ഡൂയിങ്ങും ഹൗ ലോങ് യു ആർ ടീച്ചിങ്ങിന്റെ അകത്തുള്ള തെറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാൻ ഇന്നലെ ഇത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 3 നിയമങ്ങൾ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചില്ലേ? ആ നിയമങ്ങൾ ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ഇങ്ങനെയാണ് നമ്മൾ ഇനി പഠിച്ച സംഭവങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഗ്രാമർ ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. 3 നിയമങ്ങളൊന്നും എടുത്തു നോക്കി ചോദ്യം ചേർക്കാൻ വേണ്ടി, ചോദ്യനാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അത് ഇടത്തോട്ട് കൊണ്ടുവരണം. ഇതാണ് ഇവ രണ്ടിലുമുള്ള മിസ്റ്റേക്ക്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് തെറ്റാണോ ശരിയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ശരിയാണോ തെറ്റാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ചേർക്കണം വേറെ ഒരു സംഭവം അവിടെ നമ്മളിവിടെ ചേർക്കും. ഹാവ് യു ബീൻ എന്നൊരു സംഭവം. ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് ടെൻസ് പഠിക്കുമ്പോൾ പറഞ്ഞുതരാം. ഇത് ഡ്യൂറേഷന് ഈ ഒരു ടെൻസിൽ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നാണ് ഒരു സംഭവം ഉണ്ട്. സോ ഇതാണ് നിങ്ങളുടെ പാറ്റേൺ. ഈ പാറ്റേൺ നിങ്ങൾ എഴുതിയെടുക്കുക. ഹൗ ലോങ് ഹാവ് യു ബീൻ ടീച്ചിങ്? നിങ്ങൾ എത്ര കാലമായിട്ട് പഠിപ്പിക്കുകയാണ്? ഈ പാറ്റേൺ ഉപയോഗിച്ച് നിങ്ങൾ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് അങ്ങനെ ചോദിക്കാൻ പറ്റും. ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ്? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ 15 ചോദ്യങ്ങൾ പെട്ടെന്ന് എഴുതിയെടുക്കുക. നിങ്ങൾ ഉണ്ടാക്കുക. ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ്? ഹൗ ലോങ് ഹാവ് യു ബീൻ singing? How long have you been studying? How long have you been dancing? How long have you been eating? How long have you been living in കൊച്ചിൻ? കൊച്ചിൻ എത്ര കാലമായിട്ട് നിങ്ങളിവിടെ താമസിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന കേട്ടോ. ഈ കാലഘട്ടം ചോദിക്കുന്ന എന്തും ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ചോദിക്കാൻ സാധിക്കും. ഹൗ ലോങ് ഹാവ് യു ബീൻ ടീച്ചിങ്? കുഞ്ഞിനോടൊപ്പം നീ എത്ര നേരമായി കളിക്കുകയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൗ ലോങ് ഹാവ് യു ബീൻ പ്ലേയിങ് വിത്ത് ചൈൽഡ്? അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി അനുസരിച്ച് ചേർത്തുണ്ടാകും. ഇതൊരു ഗെയിമാണ്.